മനുഷ്യൻ രക്ഷിക്കേണ്ടതിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷയുടെ വഴിയാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്. ആദാം മുതൽ മനുഷ്യൻ മൃഗങ്ങളെ കൊണ്ടുവന്ന് മൃഗങ്ങളുടെ തലയിലുള്ള പാപങ്ങളെ ഏറ്റുപറഞ്ഞു അതിൽ വെച്ച ശേഷം ആ മൃഗത്തെ അറുത്ത് ഉണ്ടാക്കിയ യാഗപീഠത്തിൽ വെച്ച് ദഹിപ്പിച്ചുകൊണ്ടാണ് ദൈവത്തോട് പ്രാർത്ഥനയും ദൈവത്തെ ആരാധന നടത്തിയത്. എന്നാൽ ദൈവം കാലം സമ്പൂർണ്ണതയിൽ ഇന്നേക്ക് ഏതാണ്ട് 2000 വർഷം മുമ്പ് സ്വർഗത്തിൽ ദൈവത്തിന്റെ സന്നിധിയിലുണ്ടായിരുന്ന ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ വചനമെന്ന പേരിൽ ബൈബിൾ പറയുന്ന ആ വചനം ജഡമായി സാധാരണ ഒരു സ്ത്രീയുടെ മകളെ പോലെ ജനിച്ച് വലിയ വലിയ കൊട്ടാരങ്ങൾ ജനിക്കാതെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ഭാര്യയും ഭർത്താവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നവർ അവർ വിവാഹിതരായി ചേരുന്നതിന് മുമ്പ് ദൈവം അവർക്ക് പ്രത്യക്ഷമായി അവരുടെ സമ്മതത്തോടുകൂടെ ജനിക്കുകയുണ്ടായി. ബൈബിളിൽ മറിയായി എന്ന് പറയുന്ന ഒരു സ്ത്രീ ജോസഫ് എന്നൊരു വ്യക്തിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന കാലത്ത് അവൾ ഒരു ദൈവദൂതൻ പ്രത്യക്ഷനായി അവരോട് പറഞ്ഞു, ദൈവത്തിന്റെ കർമ്മത്തിൽ നിർമ്മിച്ചു, നീ ഗർഭം ധരിച്ചു ഒരു കുട്ടിയെ പ്രസവിക്കും. അവര് ദൈവം നമ്മോടുകൂടെ അർത്ഥമുള്ള ഇമ്മാനും പേർ വിളിക്കുന്ന സന്ദേശം അവർക്ക് നൽകുകയുണ്ടായി. ദൈവത്തിന്റെ ദൂതന്മാരുടെ കൽപ്പനയെ അവരനുസരിച്ചതുപോലെ അവളിൽ ഗർഭത്തെ ശിശു ഉണ്ടായപ്പോൾ ഗർഭിണിയായ സ്ത്രീയിലെ ജനനത്തിന് കാരണം മറ്റേതെങ്കിലും പുരുഷനായിരിക്കും വിചാരിച്ചുകൊണ്ട് ഈ ജോസഫോട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചപ്പോൾ മറിയയ്ക്ക് പ്രത്യക്ഷമായ അതേ ദൈവദൂതൻ ഈ ജോസഫിന് പ്രത്യക്ഷനായോട് പറഞ്ഞു, നിന്റെ ഭാര്യയായ മറിയെ ചേർന്ന് ഉപേക്ഷിക്കപ്പെട്ട അവളിൽ ഉത്പാദിതമായത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലാണ്. അവളൊരു പുത്രനെ പ്രസവിക്കും, അവ തന്റെ ജനത്തെ പാപങ്ങളിൽ രക്ഷിക്കാൻ ഇനിയുകൊണ്ട് നീ അവരെ യേശു എന്ന് പേർ വിളിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച് ജോസഫ് ഭാര്യ വീട്ടിൽ ചെന്ന് ഭാര്യയെ കൂട്ടിക്കൊണ്ടുവന്നു. അതുകൊണ്ട് അവൾ പ്രസവിക്കുമ്പോൾ ജോസഫിന്റെ കുട്ടിയായിട്ടാണ് ജനം യഹൂദ ജനം യേശുവിനെ കണ്ടത്. നമ്മൾ പറയുന്നത് ദൈവത്തിന്റെ പുത്രൻ ജനിച്ചുവെന്നോ കന്യകർ വേണ്ടിയാവിനെ പുരുഷബന്ധം കൂടാതെ ജനിച്ചുവെന്നോ ആ നാട്ടിലെ ആർക്കും അറിയില്ലായിരുന്നു. ആ രഹസ്യം അറിയുന്നത് ജോസഫിനും അതുപോലെ പ്രസവിച്ച് മറിയിക്കുമല്ലാതെ ഗർഭിണിയായി മറിയിക്കല്ലാതെ മറ്റാർക്കും പറഞ്ഞുകൂടായിരുന്നു. അങ്ങനെ യേശു സാധാരണ കുട്ടിയെ പോലെ ജനിച്ചു. 30 വയസ്സ് വരെ തന്റെ പിതാവായി അറിയപ്പെട്ട ജോസഫ് മരപ്പണിയിൽ നസറേത്ത് പട്ടണം ജീവിച്ചിരുന്നു. അതുപോലെ യേശു അങ്ങനെ തൊഴിലിൽ ജീവിച്ചു എന്നാണ് യേശുവിനെ പിൻകാലത്ത് തച്ചൻ എന്ന് വിളിച്ചതിനാൽ യഹൂദന്മാർ തച്ചനായി യേശുവിനെ കണ്ടു എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരിക. 30ാമത്തെ വയസ്സിൽ ആ കാലത്ത് ആ ദേശത്ത് യോഹന്നാൻ എന്നൊരു പ്രവാചകൻ എഴുതിച്ചു. യോഹന്നാൻ സിനിമ വരെ പണ്ട് ഉണ്ടാക്കി അതെനിക്കറിയാം. ആ യോഹന്നാൻ ഈ 30 വയസ്സ് കഴിഞ്ഞ സമയത്ത് താൻ യോർദാന്റെ തീരങ്ങളിൽ നദിയുടെ തീരങ്ങളിൽ യഹൂദ മരുഭൂമിയിൽ വന്ന് ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. ആ വ്യക്തി പ്രസംഗിച്ചു, നിങ്ങളുടെ പാപങ്ങളെ ദൈവത്തെങ്കിലെ കടുക്കുകയെന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നു. പാപത്തെ വിട്ടുമാറാനുള്ള ശക്തമായ പ്രബോധനം നടത്തുമ്പോൾ യഹൂദ ഇസ്രായേൽ ദേശത്തുള്ള മുഴുവൻ സ്ഥലങ്ങളിൽ പ്രവാചക ശബ്ദങ്ങൾ കേട്ടതിനു വേണ്ടി ആളുകൾ യേശുവിനെ യോഹന്നാനിലേക്ക് വന്നു. അങ്ങനെ വരുന്നവർ തങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് യോഹന്നാൻ ഈ യോർദാനിൽ മുക്കിയിങ്ങനെ സ്നാനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഗലീലയിൽ നിന്ന് ഏകദേശം 75 മൈലുകൾ താണ്ടി യേശു ഈ കടലിൽ വന്നു. ആ സമയത്ത് എല്ലാവരും സ്നാനമേൽക്കയിൽ യേശു സ്നാനമേൽക്കാനിരിക്കുമ്പോൾ എല്ലാവരും പ്രവാചകരെന്ന് ഘോഷിക്കുന്ന യോഹന്നാൻ യേശുവിനെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇങ്ങനെ പറഞ്ഞു, അവൻ യേശുവിനോട് പറഞ്ഞു, നീ എന്നെ സ്നാനപ്പെടുത്താൻ ആവശ്യമാണ്, നീ എന്റെ അടുക്കൽ വരുന്നു. യേശു അവരോട് പറഞ്ഞു, ഇപ്പോൾ നീ സമ്മതിക്കാൻ ഇങ്ങനെ സകല ദൈവത്തെ നീ നിവർത്തിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ യോഹന്നാൻ സമ്മതിച്ചു. അവനെ യോർദാനിൽ മാമോദിസായി ഏൽപ്പിച്ചു. വെള്ളത്തിൽ നിന്ന് തൂങ്ങി വരുമ്പോൾ 10,000 മാമോദിസയേൽക്കുമ്പോൾ ഉണ്ടായിട്ടില്ലാത്ത ഒരു അത്ഭുതം നടന്നു. യോർദാൻ നദിയുടെ മുകളിൽ ഒരു പ്രത്യേക മേഘം വെളിപ്പെട്ടു. ആ മേഘത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു ശബ്ദം യേശുവിനെ സംബന്ധിച്ചുണ്ടായി.
ഈ വെള്ളത്തിൽ നിന്ന് കയറി വരുമ്പോൾ പ്രാവെന്നപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് യേശുവിനെ വസിക്കുന്നതായി കണ്ടതായി ഈ യോഹന്നാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ സുവിശേഷം അല്ല ബൈബിളിൽ ദൈവത്തിൽ കാണുന്ന 4 സുവിശേഷങ്ങൾ വായിച്ചാൽ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഇതിന് ശേഷം യേശു പിറ്റേ ദിവസം നടന്നു പോകുമ്പോൾ ആളുകളോടായിട്ട് പറഞ്ഞു, താൻ ലോകത്തിന്റെ പാപം ചുമന്നടിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ആളുകൾ അതിശയിച്ചു. കാരണം പാപം ചുമന്നടിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറയുന്നത് യഹൂദന്മാർ മനസ്സിലാക്കുന്നത് ആണ്ടിലൊരിക്കൽ 7-ാം മാസത്തിൽ പാപപരിഹാരം പെരുന്നാൾ ഈ യഹൂദന്മാർക്കുണ്ട്. ആ സമയത്ത് അവിടെ അവർ തെരഞ്ഞെടുത്ത ഒരു ആടിനെ, യഹോവയ്ക്ക് ചീട്ടെടുത്ത ഒരു ആടിനെ ദൈവാലയത്തിൽ കൊണ്ടുവന്ന് ഇസ്രായേൽ ഗോത്രം 12 പാപത്തെ ഏറ്റു പറഞ്ഞുകൊണ്ട് ഈ